ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഹേർട്ടിൻ്റെ ഒരു കീ ചെയിൻ ആണ്. ഫൈബർ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഹേർട്ടിൻ്റെ കീ ചെയിൻ ആണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്രോഷ്യ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഫസ്റ്റ് പ്രൊജക്റ്റും കൂടിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലൊരു കീ ചെയിൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് താജ് മൗസിൻ്റെ ആൻറ്റിപ്പിൽ അക്രിലിക് യാണാണ്. അതുപോലെ തന്നെ ഒരു കട്ടർ ആവശ്യമുണ്ട്. പിന്നെ ഹുക്കാണ് വേണ്ടത്. 3.5 mm ഹുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ബാലൻസ് യാണൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീഡിൽ, സ്റ്റിച്ച് മാർക്കർ, അതുപോലെ നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഫൈബറും ആവശ്യമുണ്ട്. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. നമ്മൾ ഈ പ്രൊജക്റ്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാജിക് സർക്കിളും സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ്, ഡിക്രീസ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു മാജിക് സർക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാജിക് സർക്കിളിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ അതാദ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഇപ്പോൾ നമ്മൾ മാജിക് സർക്കിൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ മാജിക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഞാനിതിനാവശ്യമുള്ള ഓരോ റൗണ്ടിൻ്റെയും പാറ്റേൺസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള പാറ്റേൺസ് കംപ്ലീറ്റ് ഓരോ റൗണ്ടും ആദ്യം എഴുതിയെടുക്കുക. അതിനുശേഷം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺസ് ഒക്കെ എഴുതി വെച്ചതിന് ശേഷം പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയുമ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യാം. നല്ല ടൈറ്റാക്കി ക്ലോസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് 6 സിംഗിൾ ക്രോഷ്യയാണ് നമുക്കിപ്പോൾ മാജിക് സർക്കിളിൽ ഉണ്ടാവുക. അപ്പോൾ 6 SC ഇൻക്രീസ്, അതായത് ഓരോ സിംഗിൾ ക്രോഷ്യയിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ട് 12 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എല്ലാ റൗണ്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് സ്റ്റിച്ചുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം. അല്ലാഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ഊരിയിട്ട് രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരിക്കലും മറന്നു പോകരുത്. എല്ലാ റൗണ്ടിലും ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം. ഇപ്പം നമുക്ക് രണ്ടാമത്തെ റൗണ്ടും ഫിനിഷ് ആയിട്ടുണ്ട്. ഓരോ റൗണ്ട് ഫിനിഷ് ആകുമ്പോഴും ഒന്ന് കൗണ്ട് ചെയ്യുന്നത് നല്ലതാണ്. അത് എത്ര ഇപ്പം നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷ്യാണ് ഉണ്ടാവാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 12 സിംഗിൾ ക്രോഷ്യ അതിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. പ്രൊജക്റ്റ് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 3 ഫസ്റ്റ് 1 SC ഇൻക്രീസ് ആയിട്ടാണ് വരുന്നത്. അതായത് ഓരോ SCയും പിന്നെ വരുന്ന സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്, അങ്ങനെ ടോട്ടൽ 18 ആണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു SC ചെയ്തു, അതായത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് സ്റ്റിച്ച് മാർക്കർ കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് 2 സിംഗിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ ചെയ്യാം. പിന്നീട് നെക്സ്റ്റ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ 18 സിംഗിൾ ക്രോഷ്യ നമുക്ക് തേർഡ് റൗണ്ടിൽ കിട്ടും. ഇപ്പം നമുക്ക് തേർഡ് റൗണ്ടും ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഈ സെയിം റൗണ്ട് ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുക. അതായത് 18 സ്റ്റിച്ചസ് ഒന്നുകൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നാലാമത്തെ റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ യാണൊന്ന് നീട്ടിയിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റിൽ. അപ്പം അത് എടുത്തിട്ട് ഇതുപോലെ 2 എണ്ണം നിങ്ങൾ ഉണ്ടാക്കണം. ഫസ്റ്റിൽ ഇതുപോലെ 4 റൗണ്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ യാണ് കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തിൻ്റെ
യാണ് കട്ട് ചെയ്യാതെ ഫസ്റ്റത്തെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റത്തെ റൗണ്ട് 4 ചെയ്തതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് രണ്ടാമത് ചെയ്തതിനെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് യോജിപ്പിക്കാം. ഇങ്ങനെ രണ്ടും കൂടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഫസ്റ്റിലെ റൗണ്ടിലേക്ക് 18 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക നമ്മൾ. അപ്പം ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ 18 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരു റൗണ്ടിൽ 18 സ്റ്റിച്ചസ് ചെയ്തു. ഇനി നമുക്ക് അതേപോലെ തന്നെ നെക്സ്റ്റ് റൗണ്ടിലും 18 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 36 സ്റ്റിച്ചസ് കിട്ടും. ഇപ്പം നമ്മൾ 5th റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. 5th റൗണ്ടിൽ നമുക്ക് ലാസ്റ്റ് 36 സ്റ്റിച്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 6 ആണ്. അതിൽ സെയിം 36 സ്റ്റിച്ചസ് നമ്മൾ ഒന്നിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് രണ്ടിലും നമ്മൾ 18 വെച്ച് ചെയ്തല്ലോ, അതിന് ഒന്നിച്ച് ഒരു റൗണ്ടും കൂടെ ചെയ്ത് കൊടുക്കുക. ഇതായി ഇപ്പോൾ നമ്മൾ റൗണ്ട് 6ഉം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 36 സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഈ റൗണ്ടിൽ എത്തുമ്പോൾ 36 സ്റ്റിച്ച് ഉണ്ടോ എന്നുള്ളതൊന്ന് കൗണ്ട് ചെയ്ത് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. അപ്പം നമ്മളതൊന്ന് ലാസ്റ്റ് ഒന്നായിട്ട് കൊള്ളാവുന്നതിനെക്കാട്ടും നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ എണ്ണം കറക്റ്റാണോ എന്ന് കൗണ്ട് ചെയ്ത് ഉറപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 7 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ നമുക്ക് വരുന്നത് ഡിക്രീസ് ആണ്. ഈ 7th റൗണ്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ 7 SC ചെയ്യണം. അതായത് 7 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് 2 സ്റ്റിച്ചിൽ നമ്മൾ ഡിക്രീസ് ചെയ്യണം. പിന്നീട് 14 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 2 ഡിക്രീസ്, പിന്നെ 7 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ടോട്ടൽ നമുക്ക് 32 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. 7ാമത്തെ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞാൽ 2 ഡിക്രീസ് ആണ്. 2 ഡിക്രീസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ 7 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഡിക്രീസ് ചെയ്തു. അതുപോലെ ഒരു ഡിക്രീസും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം. 2ാമത്തെ ഡിക്രീസിൻ്റെ ഇൻക്രീസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് 14 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് 14 നമ്മൾ കൗണ്ട് ചെയ്ത് കണ്ട് തന്നെ ചെയ്യണം കേട്ടോ, അല്ലാഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഷേപ്പ് കിട്ടൂല. ഇനി 14 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് അടുത്ത 2 ഡിക്രീസ് വരുന്നത്. ആ 2 ഡിക്രീസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 7 സിംഗിൾ ക്രോഷ്യ വരും. അങ്ങനെ ടോട്ടൽ 32 സ്റ്റിച്ചാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ റൗണ്ട് 7ഉം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 8 ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ടോട്ടൽ സ്റ്റിച്ചസ് എന്ന് പറഞ്ഞ് 32 സ്റ്റിച്ചസ് ഒറ്റ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ റൗണ്ട് 8ഉം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 9 ചെയ്യാൻ നോക്കാം. റൗണ്ട് 9ലെ പാറ്റേൺ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ
6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 2 ഡിക്രീസ് ചെയ്യുക. പിന്നീട് 12 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 2 ഡിക്രീസ് ചെയ്യുക, പിന്നെ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതോടുകൂടി റൗണ്ട് 9 കംപ്ലീറ്റ് ആവും. ഇപ്പം നമ്മൾ റൗണ്ട് 9 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 10 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞത് 5 SSE 2 ഡിക്രീസ്, 10 SSE 2 ഡിക്രീസ്, 5 SSE. ടോട്ടൽ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി നമ്മൾ ആ റൗണ്ട് പാറ്റേണിൽ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ റൗണ്ടും ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് റൗണ്ടൊക്കെ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ചെയ്തു പോവുക. പാറ്റേൺസ് നോക്കിയിട്ട് അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മൾ റൗണ്ട് 10ഉം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 11 4 SSE 2 ഡിക്രീസ്, 8 SSE 2 ഡിക്രീസ്, 4 SSE ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ റൗണ്ട് 11 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫൈബർ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേശ്ശെ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരുപാട് എടുത്ത് കുത്തി നിറച്ച് അങ്ങനെ ചെയ്യാതെ കുറേശ്ശെ എടുത്തിട്ട് പാകത്തിന് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഫില്ലാവാതെ എന്നാൽ പറ്റ കുറവായിട്ടല്ലാതെ ഒരു ഏകദേശം ഒരു കറക്റ്റ് അളവിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. ഇപ്പം നമ്മൾ ഫൈബറൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 12 ആണ് ഇനി ചെയ്യേണ്ടത്. അതിൻ്റെ പാറ്റേൺ വരുന്നത് 3 SSE 2 ഡിക്രീസ്, 6 SSE 2 ഡിക്രീസ്, 3 SSE ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ റൗണ്ട് 12ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 13 ആണ്. പാറ്റേൺ വരുന്നത് 2 SSE 2 ഡിക്രീസ്, 4 SSE 2 ഡിക്രീസ്, 2 SSE ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ റൗണ്ട് 13ഉം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 12 സ്റ്റിച്ചസ് തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് 14 ആണ്.
റൗണ്ട് 30ൽ നമുക്ക് ടോട്ടൽ സ്റ്റിച്ചസ് കിട്ടിയിട്ടുള്ളത് 12 സ്റ്റിച്ചസ് ആണ്. അതിനെ 6 ഡിക്രീസ് ചെയ്ത് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഡിക്രീസ് ചെയ്തു, സ്റ്റിച്ച് മാർക്കർ കൊടുക്കുക. ഇനി അതുപോലെ നമ്മൾ ബാക്കി 5 ഡിക്രീസും കൂടെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ട് 14 ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഒഴിവാക്കി കൊടുക്കാം. യാണൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നീട്ടിയിട്ടതിന് ശേഷം ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കാണിക്കാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആ കട്ട് ചെയ്ത യാണിൻ്റെ ടെയിൽ ഉണ്ടല്ലോ, അത് നമ്മൾ ആ നീഡിൽ കോർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ലോക്ക് ചെയ്യുക. ലൂപ്പിലൂടെ ഇട്ടിട്ടൊന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 6 പിന്നെ ഡിക്രീസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ നമ്മൾ യാൺ എടുക്കുക. അതായത് ഓരോ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിലൂടെ യാൺ കോർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്നുകൊണ്ട് പിടിച്ച് വലിച്ചു കൊടുക്കുമ്പോൾ ആ ഹോൾ അവിടെ ക്ലോസ് ആവും. ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന യാണിനെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഹേർട്ടിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് യാണ് നീഡിൽ വലിച്ചതിന് ശേഷം ഒന്ന് തിരിച്ചും അതേപോലെ തന്നെ നീഡിൽ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം കട്ടർ വെച്ചിട്ടൊന്ന് ബാക്കി യാണൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിക്കോളും. ഇപ്പോൾ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഹേർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലോട്ടൊരു കീ ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹേർട്ടിൻ്റെ കീ ചെയിനായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒരു കീ ചെയിൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next video. Bye.